നമസ്കാരം ഗൈസ്, നമുക്ക് ആദ്യം ഒരു വീഡിയോയിലോട്ട് പോവാം. ഇത് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിരിക്കുന്ന പേജിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. മെസ്സേജുകൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. UK ലക്ഷ്മി എന്നാണ് മറ്റു മത്സരാർത്ഥികൾ ലക്ഷ്മിയെ വിളിക്കുന്നത്. ലക്ഷ്മി UK പോയത് സ്റ്റുഡന്റ് വിസയിലോ ജോലിക്കോ വേണ്ടിയല്ല. അവിടെ അധികകാലം നിന്നിട്ടുമല്ല, സ്പോർട്സ് വിസയിലാണ് പോയത്. പിന്നീട് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ലക്ഷ്മി സിംഗിൾ പാരന്റ് ആണ്. മാത്രമല്ല, ദാമ്പത്യം തകർന്ന ശേഷം മുൻ പങ്കാളിക്ക് ലക്ഷ്മി കൊടുത്ത ടോർച്ചറിനെ കുറിച്ചും ഇപ്പോഴും ആ വ്യക്തിയെ ഇട്ട് വട്ടം കറക്കുന്നതിനെ കുറിച്ചും എല്ലാം മെസ്സേജിലുണ്ട്. മുൻ പങ്കാളിയെ മാത്രമല്ല, അയാളുടെ അമ്മയെയും അടക്കം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മറ്റൊരാളിൽ നിന്ന് കിട്ടിയ അറിവായതുകൊണ്ടാണ് വിശദമായി ഞാൻ ഇവിടെ ഒന്നും പറയാത്തത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് അത് ശരിയാണോ? കാരണം അമ്മയെക്കാളും പ്രായം കാണും മിക്കവാറും. എന്നാലും വളരെ ബഹുമാനത്തോടെ പറയാണ്, ആന്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ആന്റിക്ക് വസ്തുതയുള്ള ഒരു കാര്യം ആന്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിന്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ? കാരണം ആന്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആന്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത്. അപ്പം ആന്റി ആ പറഞ്ഞ എന്തോ പറഞ്ഞില്ലേ, എന്തോ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആന്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി. ഇപ്പൊ ആന്റിയും ലക്ഷ്മിയോടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതൊന്ന് തിരുത്തി ആന്റി ഒരു മാപ്പ് പറയണമെന്നാണ് എന്റെ ഒരു ഭാഷ്യം. അപ്പം ആക്ച്വലി ഇവിടെ രണ്ട് സെക്ഷൻസ് ഓഫ് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഒന്ന് മോളിവുഡ് ടൈംസിൽ വന്നിരിക്കുന്ന വേദലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് ഏതോ ഒരാൾ ചെയ്ത വീഡിയോ. യൂട്യൂബേഴ്സ് പലരും ഈ ഒരു സംഭവത്തിന് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേദലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്ന് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ യൂട്യൂബേഴ്സ് എല്ലാം ആ വീഡിയോ മുക്കി. ഓക്കെ, ആൻഡ് എനിക്ക് ബ്രദറിനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി പറഞ്ഞ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹെവി അലിഗേഷൻ ആണ്. ഓക്കെ, അതായത് മസ്താനിയെ ഒനിയിൽ കയറി പിടിച്ചു എന്നുള്ള ഒരു അലിഗേഷൻ ആണ് അവിടെ പറഞ്ഞത്. അത് ആ ഒനിയിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മൊത്തം ലൈഫ് കോഞ്ഞാട്ടാവുന്ന ഒരു ഫേക്ക് അലിഗേഷൻ ആണ് ലക്ഷ്മി സംസാരിച്ചത്. പക്ഷെ ഒനീലിന്റെ മമ്മി ഇവിടെ സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി പല യൂട്യൂബേഴ്സും ഇൻസ്റ്റയിലും ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സൈക്കോ ലക്ഷ്മി അല്ലെങ്കിൽ ഇവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോസ് ഓൾറെഡി സീസണിൽ ഒനീലിന്റെ വിഷയം കഴിഞ്ഞപ്പോൾ തൊട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഓൾമോസ്റ്റ് പൊട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നലെ താങ്കൾ വന്ന് സംസാരിക്കുമ്പോഴാണ് പലരും ഓൾമോസ്റ്റ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരാളുണ്ടോ, ഇവരപ്പോ സെപ്പറേറ്റഡ് അല്ലേ എന്നുള്ളത്. അല്ലാതെ ഒനീലിന്റെ മമ്മി ഒരിക്കലും ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒനീലിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സാധനം കയ്യിൽ നിന്നെടുത്ത് പറയാന്ന് വിചാരിച്ചു പറഞ്ഞതല്ല. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒനീലിന്റെ മമ്മി സോറി പറയണമെന്ന് അവകാശപ്പെടുന്ന ഒപ്പം തന്നെ താങ്കളുടെ വൈഫിനെ പറ്റിയിട്ട് സൈക്കോ ആണെന്നും ട്രീറ്റ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേക്ക് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഫേക്ക് യൂട്യൂബേഴ്സ് ഇൻ ദ സെൻസ് ലൈക്ക് വോയിസ് മാത്രം പിക്സ് വെച്ചിട്ട് വോയിസ് മാത്രം കൊടുക്കുന്ന യൂട്യൂബേഴ്സ്, അതുപോലെ കമന്റ് സെക്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമന്റ്സ്, പല ഫേക്ക് പ്രൊഫൈലിൽ നിന്നും വരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയെ ഡിവോഴ്സ് ആയിട്ട് വേറൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൽനെസ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ കമന്റ് ഇടുന്ന ആളുകളെയും തപ്പിപ്പിടിച്ച് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ലീഗലി പോവുക, അതല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ വന്നിട്ട് അവർക്കും കൂടി ഒരു മറുപടി കൊടുക്കുക. അല്ലാതെ എല്ലാം കൂടി ആദ്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ബേസ്ലെസ് അലിഗേഷൻ ഉണ്ടാക്കിയത് ഒനീലിന്റെ മമ്മിയാന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, സോ പ്ലീസ്. അപ്പം ഇദ്ദേഹമല്ല, ഇതിനു മുമ്പും പലരും പറഞ്ഞു പരത്തി കുറെ മൂൺലൈറ്റ് എന്താ പറയാ, ഞാൻ ആ വീഡിയോന്റെ ഇത് ഞാൻ പറയാം. അപ്പുറത്തെ വീട്ടിലെ കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലാണല്ലോ. ഏതാണ്? ബ്യൂട്ടി വൈബ്സ് അല്ല, ബ്യൂട്ടി വൈബ്സിലാണ് ഇപ്പൊ ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ബ്രദർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് കണ്ടിട്ട് കാണുകയാണെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് വന്നിരിക്കുന്ന തമ്പ് തന്നെ ഇങ്ങനെയാണ്: ഭർത്താവിന്റെ അമ്മയെ മർദ്ദിച്ചു, വീട്ടുപകരണങ്ങൾ തല്ലി തകർത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ ലക്ഷ്മിയെ പറ്റിയിട്ട് സംഭവങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ കമന്റ്സും ഇതേപോലത്തെ കമന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടി താങ്കളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ഫേക്ക് അലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ വന്ന് സ്പ്രെഡ് ആയിട്ടാണ് മമ്മിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സംസാരം വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ മമ്മി അങ്ങനെ കൈ നിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരിക്കലും അങ്ങനെ ഒരു ആള് നശിക്കണം എന്നൊന്നും വിചാരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഐ നോ ദം വെരി ക്ലോസ്ലി. വളരെ ഹ്യൂമാനിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ താങ്കൾ
ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം എന്റെ അഭിപ്രായത്തിൽ മമ്മി ഒരു കാരണവശാലും സോറി പറയരുതെന്നാണ് പറയുന്നത്. സോറി പറയേണ്ട ഒരു ആവശ്യവുമില്ല ഇവിടെ. ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഫേക്ക് കാര്യങ്ങൾ പറഞ്ഞ് കമന്റ്സ് ഇടുന്ന ആൾക്കാരോടൊക്കെ അവരെ കൊണ്ട് ആദ്യം സോറി പറയിപ്പിക്കട്ടെ, ദെൻ അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് കൊടുത്തിട്ട് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. ഇതാണ് എന്റെ ഒരു അഭിപ്രായം. പ്രേക്ഷകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.